ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ എൻ്റെ റെസിപ്പി മീൻ മുളകിട്ടതാണ്. ടേസ്റ്റി ആൻഡ് സിമ്പിൾ റെസിപ്പി ആട്ടോ. അപ്പോൾ ആദ്യം തന്നെ പാൻ വയ്ക്കുക. പാൻ ചൂടായി കഴിയുമ്പോൾ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലോട്ട് പച്ചമുളക്, ചുവന്നുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി എല്ലാം അരിഞ്ഞത്, വേപ്പല എല്ലാം കൂടി ഇട്ട് നല്ലപോലെ ഇളക്കി വഴറ്റി എടുക്കണം. ഇവിടെ എല്ലാവർക്കും ഈ ഇഞ്ചി മുളകെല്ലാം കളയുന്നവരാണ്. സ്വാഭാവികമായിട്ട് എല്ലാവരും അങ്ങനെയാണല്ലോ. അതുകൊണ്ട് ഞാനിതെല്ലാം അങ്ങ് അരച്ചാണ് ഇന്ന് കറി വയ്ക്കാൻ പോകുന്നത്. അതെങ്ങനെയൊന്ന് വഴിയെ കാണിച്ചു തരാം. എന്നാൽ സിമ്പിളാട്ടോ, നല്ല ടേസ്റ്റുമാണ്. നല്ല കുറുകിയ ചാറോടെ നമുക്ക് മീൻകറി ഉണ്ടാക്കാം. ഞാൻ വറ്റ മേടിച്ചതാട്ടോ. അപ്പോൾ ഇതേ എല്ലാം വഴന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലോട്ട് ആവശ്യത്തിന് ഉപ്പ്, ആവശ്യത്തിനുള്ള മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കണം. പിന്നെ ഞാൻ ഇത്തിരി മുളക് പൊടി ഇടുന്നുള്ളൂ കേട്ടോ. സാധാരണ നോർമൽ മുളക് പൊടി ഇത്തിരി ഇടുന്നുള്ളൂ കേട്ടോ. ഓൾറെഡി പച്ചമുളക് ഇട്ടിട്ടുണ്ട്. അതുമല്ല, ഞാൻ കിച്ചൺ ട്രഷേഴ്സിൻ്റെ കാശ്മീരി ചില്ലി ആട്ടോ യൂസ് ചെയ്യുന്നത്. അത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാട്ടോ ഞാൻ കുറച്ച് മുളക് പൊടി ഇട്ടത്. അപ്പോൾ അതൊരു കളറും കിട്ടും, എരിവും ഒരു നോർമൽ ലെവലിൽ നിന്നോളൂല്ലോ. അതെ, കാശ്മീരി ചില്ലി ഇട്ട് എടുത്ത ആവശ്യത്തിന്. നല്ല നിറമല്ലേ, സാധാ മുളക് പൊടിയുടെ നിറം വയ്ക്കും. ഇതെല്ലാം കൂടി അങ്ങ് മിക്സ് ചെയ്യണം. നല്ലപോലെ മിക്സ് ചെയ്ത് ആ ഒരു പൊടികളിലൊക്കെ ഒരു പച്ചമണമില്ലേ, അതൊക്കെ ഒന്ന് മാറി കിട്ടുന്നവരെ നല്ലപോലെ ഇളക്കി സെറ്റ് ആക്കണം. എന്നിട്ട് ഇതേ ഒന്ന് ചൂടാറാനായിട്ട് വെക്കാം. നമുക്ക് മിക്സിയിൽ അടിക്കുമ്പോൾ ചൂടോടെ അടിക്കാൻ പറ്റില്ലല്ലോ, മിക്സി കംപ്ലൈൻ്റ് ആയി പോകില്ല. ചൂടാറാൻ വെക്കണം. ചൂടാറി കഴിഞ്ഞത് ഞാൻ ഫാനൊക്കെ ഇട്ട് ചൂടാക്കിയതാട്ടോ. ഇത് ജാറിലോട്ട് ചൂടാക്കി ഇട്ടിട്ടുണ്ട്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് ടേസ്റ്റ് രൂപത്തിൽ കിട്ടാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. കണ്ട, ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ല പേസ്റ്റ് രൂപത്തിൽ വട്ടിച്ച് അരച്ചെടുക്കണം കേട്ടോ. ഇതാണ്ടോ കൺസിസ്റ്റൻസിയിൽ എടുക്കണം കേട്ടോ. എന്നിട്ട് സെയിം പാൻ കഴുകണമെന്നൊന്നുമില്ല, നേരത്തെ ഉണ്ടാക്കിയ പാൻ തന്നെയല്ല. ഇവിടെ എണ്ണ ഒഴിക്കണം. കടുക്, ഉലുവ ഇട്ട് കൊടുക്കണം. ഇതിൽ ഉലുവ കടുക് ഇടുമെന്ന് എനിക്കറിയില്ല, എന്തെങ്കിലും ഞാൻ ഇട്ട് കൊടുക്കാറുണ്ട് ഒരു ഭംഗിക്ക്. എന്നിട്ട് നമ്മുടെ അരച്ച് വെച്ചാൽ ഒരു പേസ്റ്റ് ഇല്ലേ, അതിട്ട് നല്ലപോലെ ഇളക്കി. നിങ്ങൾക്ക് ചാറിനനുസരിച്ച് വെള്ളം ഒഴിക്കാം കേട്ടോ, കാരണം ഇത് വറ്റി കുറുകും. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഞാൻ കുറുക്കിയെടുക്കാൻ പാകത്തിന് ഇത്തിരി വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. എന്നിട്ട് 2 കുടംപുളി ഇട്ടിട്ടുണ്ട്. 2 കുടംപുളി ഇട്ട് അത്യാവശ്യം പുളി ഉണ്ടാവാറുണ്ട് കേട്ടോ കറിക്ക്. എന്നിട്ട് കണ്ണയിൽ ആട്ടത്, 2 കണ്ണയിൽ ആട്ടത്, 2 തല, 2 വാല്, പിന്നെ നക്ക് പീസ് ഞാൻ മുറിച്ചിട്ട് കിടക്കട്ടേന്നേ. ഞങ്ങൾക്ക് ഒരു നേരത്തേക്ക്, ഒരു ദിവസത്തേക്കുള്ളതുണ്ട്. എന്നിട്ട് ആ പീസെല്ലാം ഡിപ്പ് ചെയ്ത് ഒന്ന് ഡിപ്പ് ചെയ്യണം കേട്ടോ. ചാറൊക്കെ ഒന്ന് മേളിലോട്ട് ഇങ്ങനെ ചുമ്മാ ഒഴിച്ചു കൊടുക്കണം. ഇങ്ങനെ ഡിപ്പ് ചെയ്ത് വിടണം. നല്ലപോലെ ഇളക്കി. അത് കൂടുതൽ ഇളക്കരുത് കേട്ടോ, കാരണം മീൻ ഉടഞ്ഞു പോകും. മീൻ ഉടഞ്ഞ മീൻ്റെ ഭംഗി പോകുമല്ലോ. ഇപ്പം തന്നെ കിടക്കാതെ ഭംഗിയില്ലേ. അതെ, തിളച്ചൊടി വേണ്ടിയിട്ടാണ് ഇത്. മീൻ തിളച്ച് വേവാറായിട്ട് എന്തോന്നൊക്കെ. ഞാൻ ഈ മീൻ എന്തോന്ന് നോക്കുന്നത് ഒന്ന് പൊളിച്ചു നോക്കും. നമ്മളൊന്ന് കഴിക്കുന്ന സാധനമല്ലോ, ഒന്ന് പൊളിച്ചു നോക്കുമ്പോൾ എന്താ കുഴപ്പം. ഞാൻ സ്പൂണും കൊണ്ട് തന്നെ ഇങ്ങനെ ഒന്ന് മുറിച്ച് നോക്കും. ആ പീസ് ഞാൻ തന്നെ എടുക്കും കേട്ടോ. ഒരു വറ്റി നല്ല കുറുകിയ ചാറോടെ നല്ല അടിപൊളി കറി റെഡി. ഞങ്ങൾക്ക് ചോറ് കഴിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട്, എൻ്റെ പുതിയ ചാനലാണ്, അതുകൊണ്ടാട്ടോ. നിങ്ങൾ വീഡിയോ കാണുന്നവർ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇത് മസ്റ്റ് ഐറ്റം ആട്ടോ, എന്തായാലും ഉണ്ടാക്കി നോക്കണം. നമുക്ക് ഈസിയായിട്ട് ഉണ്ടാക്കാം കേട്ടോ. എന്തായാലും എല്ലാവരും ഉണ്ടാക്കി നോക്കണം. വേറെ വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ, സീ യു.